ഹലോ, റിനു ഹോം ഗാർഡൻ്റെ പുതിയൊരു സെയിൽ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ സെയിലിനായിട്ട് കുറച്ച് പ്ലാന്റ്സുകളൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. നമ്മുടെ കൊറിയർ സർവീസ് DTDCയും പോസ്റ്റും സ്പീഡ് പോസ്റ്റും നമുക്കിപ്പോൾ അവൈലബിൾ ആണ്. നിങ്ങൾ പ്ലാന്റ്സ് വാങ്ങിക്കുമ്പം ഏത് കൊറിയർ സർവീസാണ് വേണ്ടത് നിങ്ങൾ മെൻഷൻ ചെയ്യേണ്ടതാണ്. നമ്മുടെ പേയ്മെൻറ്റ് മോഡ് ഗൂഗിൾ പേ ആണ്. നമ്മളിന്ന് ഉൾപ്പെടുത്തിയ പ്ലാന്റ്സുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ആദ്യത്തെ പ്ലാന്റ് റോസ്മേരിയാണ്. അതിൻ്റെ കുറച്ച് തൈകൾ ഇപ്പോൾ നമുക്ക് അവൈലബിൾ ആണ്. ചെറിയ പ്ലാന്റ് ആട്ടോ, നന്നായി റൂട്ട് വന്ന് ജിഫിയിൽ പിടിപ്പിച്ചെടുത്ത പ്ലാന്റാണ്. ഈ സൈസ് പ്ലാന്റിന് റേറ്റ് വരുന്നത് 30 രൂപ. നമ്മൾ പോട്ട് ചെയ്യുമ്പോൾ കുഞ്ഞു പോട്ടിലായിരിക്കണം പോട്ട് ചെയ്യേണ്ടത്. ബഡ്ലേജ പ്ലാന്റ് ആണ്. അതിൻ്റെ കുറച്ച് തൈകൾ ഇപ്പം നമുക്ക് സെയിലിന് റെഡി ആയിട്ടുണ്ട്. ഇതേ സൈസ് പ്ലാന്റ് ആയിരിക്കും നമ്മൾ സെൻഡ് ചെയ്യുക. ഇതിൻ്റെ ഫ്ലവർ കാണാൻ നല്ല ഭംഗിയാണ്. ബട്ടർഫ്ലൈ ബുഷിൻ്റെ അതുപോലെ അതേ ഫാമിലിപ്പെട്ട പ്ലാന്റ് തന്നെയാണ്. റേറ്റ് വരുന്നത് 90 രൂപ. അടുത്തത് ബർലേറിയൻ്റെ ഫാമിലിപ്പെട്ടൊരു വെറൈറ്റിയാണ്. എല്ലാവർക്കും അറിയുന്നൊരു പ്ലാന്റ് തന്നെയാണിത്. എപ്പോഴും നിറഞ്ഞ് ഫ്ലവർ തരുന്നൊരു വെറൈറ്റിയാണ്. ഈ സൈസ് പ്ലാന്റിന് റേറ്റ് വരുന്നത് 40 രൂപ. അടുത്ത നമുക്ക് സെയിലിനായിട്ടുള്ളത് ഈ ഒരു ലീഫി പ്ലാന്റ് ആണ്. നല്ല ഭംഗിയായിട്ടൊരു ലീഫ് കാണാൻ. ഈ സൈസ് പ്ലാന്റിന് റേറ്റ് വരുന്നത് 50 രൂപ. അടുത്ത നമുക്ക് സെയിലിനത് മോർണിംഗ് ഗ്ലോറിയാണ്. ഈ ടൈപ്പ് വെറൈറ്റി ഇപ്പം നമുക്ക് സെയിലിന് റെഡി ആയിട്ടുണ്ട്. നല്ല ഭംഗിയുള്ളൊരു പ്ലാന്റ് ആണ്. ഒരു വൈറ്റ് പോട്ട് സ്റ്റിക്കൊക്കെ കൊടുത്ത് അതിൽ ഇങ്ങനെ ഒതുക്കി വളർത്താൻ നല്ല ഭംഗിയായിരിക്കും. എപ്പോഴും ഫ്ലവർ ഉണ്ടാവും. ഇതിൻ്റെ ഭിത്തിൽ നമുക്ക് ഒരുപാട് തൈകളൊക്കെ ആക്കിയെടുക്കാൻ കഴിയും. ഈ പ്ലാന്റിന് റേറ്റ് വരുന്നത് 75 രൂപ. അടുത്ത സെയിലിനായിട്ടുള്ളത് ബ്യൂട്ടി ബെറി പ്ലാന്റ് ആണ്. ഒരു വെറൈറ്റി പ്ലാന്റ് ആണിത്. ഇതിന് പിങ്ക് കളറിലാണ് ഇതിൻ്റെ ഫ്ലവർ വരുന്നത്. ആ ഫ്ലവർ കഴിയുമ്പം ഒരു നല്ല വയലറ്റ് കളറിൽ കുഞ്ഞു കുഞ്ഞ് ചെറിയ കായ്കളുണ്ടാവട്ടെ. നല്ല ഭംഗിയത് കാണാൻ. ഇതിപ്പോൾ നമ്മൾ വീട്ടിൽ കാണിച്ചത് കുറച്ച് വലിയ പ്ലാന്റ് ആണ്. ഇതിൻ്റെ കുറച്ച് ചെറിയ പ്ലാന്റ് ആയിരിക്കും നമ്മൾ സെൻഡ് ചെയ്യുന്നുണ്ടാവുക. റേറ്റ് വരുന്നത് 90 രൂപ. അടുത്ത് നമുക്ക് സെയിലിനായിട്ടുള്ളത് ചമേലി മുല്ലയാണ്. പിച്ചകത്തിൻ്റെ അതേ ഫാമിലി പെട്ടൊരു വെറൈറ്റിയാണ് കേട്ടോ ഇത്. നല്ല സ്മെല്ലാണ്. ഇതേ സൈസ് പ്ലാന്റിന് റേറ്റ് വരുന്നത് 55 രൂപ. അടുത്ത പ്ലാന്റ് മാജിക് റോസ് അതുപോലെ ചേഞ്ച് റോസ് എന്നൊക്കെ അറിയപ്പെടുന്ന പ്ലാന്റ് ആണ്. അതിൻ്റെ കുറച്ച് തൈകൾ ഇപ്പം നമുക്ക് അവൈലബിൾ ആണ്. ഇതേ സൈസ് പ്ലാന്റാണ് ഇപ്പം നമുക്ക് സെയിലിനുള്ളത്. റേറ്റ് വരുന്നത് 60 രൂപ. അടുത്ത നമുക്ക് സെയിലിനായിട്ടുള്ളത് ചൈനീസ് ബെൽ എന്നറിയപ്പെടുന്നൊരു പ്ലാന്റ് ആണ്. നല്ല സൺലൈറ്റിൽ നമുക്ക് വെക്കാൻ പറ്റിയൊരു പ്ലാന്റ് കേട്ടോ. അതിൻ്റെ ഫ്ലവർ കാണാൻ നല്ല ഭംഗിയാണ്. ബെല്ല് പോലെ തന്നെയാണ്. ഇങ്ങനെ താഴോട്ട് ഇങ്ങനെ തൂങ്ങിക്കിടക്കുന്ന ഫ്ലവറാണ് കേട്ടോ. നിറഞ്ഞ് ഫ്ലവർ വരും. നല്ല വയലറ്റ് കളറിലാണ് ഇതിൻ്റെ ഫ്ലവർ വരുന്നത്. റേറ്റ് വരുന്നത് 60 രൂപ. അടുത്ത സെയിലിനായിട്ടുള്ളത് മെലസ്റ്റോമ വൈറ്റ് ആണ്. ഇതേ സൈസ് പ്ലാന്റ് ആട്ടോ നമുക്ക് സെയിലിനുള്ളത്. നമുക്കത് കവറോടെ തന്നെ അയച്ചു തരാൻ കഴിയും. റേറ്റ് വരുന്നത് 50 രൂപ. അടുത്ത സെയിലിനുള്ളത് ഒരു ക്രീപ്പറായിട്ട് വളർത്താൻ പറ്റിയ എല്ലാവരും തന്നെ ഇഷ്ടപ്പെടുന്ന ഒരു പ്ലാന്റ് ആണ്. കാർഡിനൽ ക്രീപ്പറാണ്. ഹൈപ്പോമിയ എന്നൊക്കെ അറിയപ്പെടുന്ന പ്ലാന്റ് ആണ്. അതിൻ്റെ കുറച്ച് ചെറിയ പ്ലാന്റ്സ് ഇപ്പം നമുക്ക് സെയിലിന് റെഡി ആയിട്ടുണ്ട്. ഇതേ സൈസൊക്കെ ആയിരിക്കും നമ്മൾ സെൻഡ് ചെയ്യുന്നുണ്ടാവുക. റേറ്റ് വരുന്നത് 120 രൂപ. ഈ ഒരു സക്കുലൻ്റ് വെറൈറ്റി നമുക്ക് സെയിലിനുണ്ട് കേട്ടോ. നല്ല ലൈറ്റ് ഗ്രീൻ കളറാണ്. എന്നിട്ട് അതിൻ്റെ അറ്റത്തേക്ക് വരുന്ന നല്ല ഡാർക്ക് റെഡ് കളറാണ്. ഇതൊരു ഫുൾ പോട്ടാണ്. ഇതിലൊരു സിംഗിൾ പ്ലാന്റിന് റേറ്റ് വരുന്നത് 90 രൂപ. അടുത്ത പ്ലാന്റ് മർമലയുടെ ബുഷാണ്. അതിൽ കുറച്ച് തൈകൾ ഇപ്പം നമുക്ക് അവൈലബിൾ ആണ്. ബൊഹീമിയ പ്ലാന്റ് പോലെ തന്നെ അതിന് ഓറഞ്ചും റെഡും യെല്ലോയും കളറ് ചേഞ്ചായി വരുന്നൊരു ഫ്ലവർ ആട്ടോ ഇതിലുണ്ടാവുന്നത്. നിറഞ്ഞ് ഫ്ലവറായിട്ട് വരും. ഈ സൈസ് പ്ലാന്റ് ആട്ടോ ഇപ്പം നമുക്ക് സെയിലിനുള്ളത്. റേറ്റ് വരുന്നത് 100 രൂപ. അടുത്ത സെയിലിനുള്ളത് കൂഫിയ പ്ലാന്റ് ആണ്. കൂഫിയ യെല്ലോ കളറിൽ ഫ്ലവർ തരുന്ന വെറൈറ്റിയാണിത്. ഈ സൈസ് പ്ലാന്റ് ആട്ടോ നമുക്ക് സെയിലിനുള്ളത്. റേറ്റ് വരുന്നത് 80 രൂപ. അടുത്തതൊരു സക്കുലൻ്റ് വെറൈറ്റിയാണ്.
ഡാർക്ക് ഗ്രീൻ ലീഫിൽ അതിനറ്റത്തേക്ക് നല്ല റെഡ് കളറാണ് വരിക. നമ്മൾ സെറ്റ് ചെയ്യുമ്പോൾ നല്ല സൺലൈറ്റ് കിട്ടാൻ പാകത്തിന് വേണം സെറ്റ് ചെയ്യാനായിട്ട്. വാട്ടറിങ് ആവശ്യമുണ്ടെങ്കിൽ മാത്രം വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ടതായിട്ടുള്ളൂ. ലീഫിലേക്ക് ഒഴിച്ചു കൊടുക്കരുത്, പോട്ടിൽ മാത്രം ഒഴിച്ചു കൊടുക്കുക. അടുത്ത സെയിലിനായിട്ടുള്ളത് ബട്ടർഫ്ലൈ പ്ലാന്റ് ആണ്. ജിഫി ബാഗിൽ പിടിപ്പിച്ചെടുത്ത പ്ലാന്റ് ആണ് കേട്ടോ. റേറ്റ് വരുന്നത് 50 രൂപ. അടുത്ത പ്ലാന്റ് മോർണിംഗ് ഗ്ലോറി ആണ്. ഡബിൾ പെറ്റിൽ വരുന്ന വെറൈറ്റിയാണിത്. നമ്മൾ പ്ലാന്റ്സ് അയച്ചു തരുമ്പോൾ പോട്ടിലുള്ള വലിയ പ്ലാന്റും അയച്ചു തരുന്നതാണ്. ഇപ്പോൾ നമ്മൾ വീഡിയോയിൽ കാണിച്ചത് ജിഫിയിൽ നമ്മൾ പിടിപ്പിച്ചെടുത്ത പ്ലാന്റ് ആണ്. റേറ്റ് വരുന്നത് 80 രൂപ. അടുത്ത സെയിലായിട്ടുള്ളത് ഈ ഒരു പ്ലാന്റ് ആണ്. റേറ്റ് വരുന്നത് 50 രൂപ. ഇതിൻ്റെ വിത്തിൽ നിന്ന് നമുക്ക് ഒരുപാട് തൈകളൊക്കെ ആക്കിയെടുക്കാൻ കഴിയും. എപ്പോഴും ഫ്ലവർ ഉണ്ടാവും കേട്ടോ. നല്ല സൺലൈറ്റ് ഉള്ള ഭാഗത്ത് നമുക്ക് സെറ്റ് ചെയ്യാൻ കഴിയുന്നൊരു പ്ലാന്റ് ആണ്. അടുത്ത സെയിലിനായിട്ടുള്ളത് ഒലീവ് പ്ലാന്റ് ആണ്. അതിൻ്റെ കുറച്ച് തൈകൾ ഇപ്പോൾ നമുക്ക് അവൈലബിൾ ആണ് കേട്ടോ. ഇതേ സൈസ് പ്ലാന്റ് തന്നെയായിരിക്കും നമ്മൾ സെൻഡ് ചെയ്യുന്നുണ്ടാവുക. റേറ്റ് വരുന്നത് 140 രൂപ. ഇത് പവിഴമല്ലി കേട്ടോ. ഇതിൻ്റെ കുറച്ച് തൈകൾ ഇപ്പോൾ നമുക്ക് അവൈലബിൾ ആണ്. ഇതേ സൈസ് പ്ലാന്റ് ആയിരിക്കും കേട്ടോ നമ്മൾ സെൻഡ് ചെയ്യുക. റേറ്റ് വരുന്നത് 50 രൂപ. അടുത്ത പ്ലാന്റ് മദ്രാസ് മുല്ലയാണ്. അതിന് കുറച്ച് തൈകൾ ഇപ്പോൾ അവൈലബിൾ ആണ്. നല്ല സ്മെല്ലുള്ളൊരു പ്ലാന്റ് ആണിത്. ഒരുപാട് പേര് നമ്മൾ റിക്വസ്റ്റ് ചെയ്തൊരു പ്ലാന്റ് കൂടിയാണ്. ഇതേ സൈസ് പ്ലാന്റിന് റേറ്റ് വരുന്നത് 60 രൂപ. അടുത്ത പ്ലാന്റ് കാനാ ലില്ലിയാണ്. ഡാർക്ക് ലീഫിൽ റെഡ് കളർ ഫ്ലവർ ചെയ്യുന്ന വെറൈറ്റിയാണ് ഇപ്പോൾ നമുക്ക് സെയിലിനുള്ളത്. റൂട്ടഡ് ആയിട്ടുള്ള ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നത് 70 രൂപ. അടുത്ത നമുക്ക് സെയിലിനായിട്ടുള്ള മ്യൂസിക്കൽ നോട്ടാണ്. അതിൻ്റെ കുറച്ച് തൈകൾ ഇപ്പോൾ നമുക്ക് അവൈലബിൾ ആണ്. നല്ല ഭംഗിയായിട്ടോ, ഒരു വൈറ്റ് കളറിൽ അതിൻ്റെ മുട്ട് കാണാൻ നല്ല ഭംഗിയാണ്. മ്യൂസിക്കിൻ്റെ ചിഹ്നം പോലെ ആട്ടോ അതിൻ്റെ മുട്ട് വരുന്നത്. ഇതേ സൈസ് പ്ലാന്റാണ് ഇപ്പോൾ നമുക്ക് സെയിലിനുള്ളത്. റേറ്റ് വരുന്നത് 60 രൂപ. പ്ലാന്റ്സ് നടുന്നതിനെ കുറിച്ച് എന്തെങ്കിലും അറിയാനുണ്ടെങ്കിൽ നമ്മോട് മെസ്സേജ് ചെയ്യാവുന്നതാണ്. പിന്നെ ചെറിയ പ്ലാന്റ്സ് എപ്പോഴും ചെറിയ പോട്ടിലേ പോട്ട് ചെയ്യാവൂ. ഫസ്റ്റിൽ പോട്ട് ചെയ്യുമ്പോൾ ഓവർ വളമൊന്നും ചെയ്യേണ്ടതായിട്ടില്ല. ഇത്രയും പ്ലാന്റ്സൊക്കെ നമ്മൾ സെയിലിനിട്ടിരിക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പ്ലാന്റ്സിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്യാവുന്നതാണ്. നമ്മൾ റിപ്ലൈ തരുന്നതാണ്. എല്ലാവരും മെസ്സേജ് നമ്മൾ നോക്കുന്നതാണ് കേട്ടോ. മിക്കവാറും ഈവനിങ്ങിലൊക്കെ ആയിരിക്കും നമ്മൾ മെസ്സേജ് നോക്കുക. എല്ലാവരും മെസ്സേജ് നോക്കി റിപ്ലൈ ഒക്കെ തരുന്നതാണ്. ഇത്ര നേരം നമ്മുടെ വീഡിയോ കണ്ട എല്ലാവർക്കും നല്ലൊരു ദിവസം വിഷ് ചെയ്യുന്നു. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും താങ്ക് യു.